ആവർത്തന പുസ്തകം അദ്ധ്യായം 31. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. മോശ ഈ വചനങ്ങളെല്ലാം ഇസ്രായേലിനെയും കേൾപ്പിച്ചു. പിന്നെ അവരോട് പറഞ്ഞു, എനിക്കിപ്പോൾ 150 വയസ്സായി. ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല. കർത്താവ് എന്നോട്, ഈ യോർദാൻ നീ കടക്കുകയില്ല എന്ന് കൽപ്പിച്ചിട്ടുമുണ്ട്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് മുമ്പായി കടന്നു പോകും. വിജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കീഴടക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്തതുപോലെ യോശുവ നിനക്ക് നായകനായി കടന്നു പോകും. താൻ സംഹരിച്ചു കളഞ്ഞ അമോര്യ രാജാക്കന്മാരായ സീഹോനോടും ഓഗിനോടും അവരുടെ ദേശത്തോടും ചെയ്തതുപോലെ കർത്താവ് ഇവരോടും ചെയ്യും. കർത്താവ് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പനപ്രകാരമെല്ലാം നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം. ശക്തരും ധീരരുമായിരിപ്പിൻ. അവരെ ഭയപ്പെടരുത്, സംഭ്രമിക്കുകയുമരുത്. നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അനന്തരം മോശ യോശുവയെ വിളിച്ച് എല്ലാ ഇസ്രായേലിൻ്റെ മുമ്പിൽ വെച്ച് അവനോട് പറഞ്ഞത്, ബലവും ധൈര്യവുമുള്ളവനായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് നീ അവരോടുകൂടെ ചെല്ലും. അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. കർത്താവ് നിനക്ക് മുമ്പായി നടക്കുന്നു. അവൻ നിന്നോടുകൂടെയിരിക്കും. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഭയപ്പെടരുത്, സംഭ്രമിക്കുകയുമരുത്. അനന്തരം മോശ ഈ ന്യായപ്രമാണം എഴുതി ദൈവത്തിൻ്റെ നിയമപെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും ഇസ്രായേലിൻ്റെ എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ചു. മോശ അവരോട് കൽപ്പിച്ചത്, 7 വർഷം കൂടുമ്പോൾ ഉള്ള വിമോചന സംവത്സരത്തിലെ കൂടാരപ്പെരുന്നാളിൽ ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണമെല്ലാം ഇസ്രായേലരും കേൾക്കെ അവരുടെ മുമ്പിൽ വായിക്കണം. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും കേട്ട് പഠിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെട്ട് ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പാലിച്ച് നടക്കേണ്ടതേനും അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലമെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനുമായി ജനത്തെ വിളിച്ചു കൂട്ടണം. അനന്തരം ദൈവം മോശയോട്, നിന്റെ മരണസമയം അടുത്തിരിക്കുന്നു. യോശുവയെ വിളിക്കുക. നിങ്ങൾ സമാഗമന കൂടാരത്തിങ്കൽ വന്ന് നിൽപ്പിൻ.
ഞാൻ അവന് കൽപ്പന കൊടുക്കാം എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും യോശുവയും ചെന്ന് സമാഗമന കൂടാരത്തിങ്കൽ നിന്ന്. അപ്പോൾ ദൈവം മേഘസ്തംഭത്തിൽ കൂടാരത്തിങ്കൽ പ്രത്യക്ഷനായി. മേഘസ്തംഭം കൂടാരവാതിലിനുപരി നിന്നു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, നീ നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും. എന്നാൽ ഈ ജനമോ അവർ വസിക്കുവാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യദേവന്മാരെ അനുഗമിച്ച് തെറ്റിപ്പോകും. എന്നെ ഉപേക്ഷിച്ച് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എൻ്റെ നിയമം ലംഘിക്കുകയും ചെയ്യും. എൻ്റെ കോപം അവരുടെ നേരെ ജ്വലിക്കും. ഞാൻ അവരെ ഉപേക്ഷിക്കും. എൻ്റെ മുഖം അവരുടെ നേരെ മറയ്ക്കുകയും ചെയ്യും. അവർ നാശത്തിനിരയാകും. അനേകം അനർത്ഥങ്ങളും ദുരിതങ്ങളും അവർക്ക് ഭവിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലാത്തതിനാലല്ലയോ ഈ ആപത്തുകൾ നമുക്ക് വന്നത് എന്ന് അവർ അന്ന് പറയും. എങ്കിൽ അവർ അന്യദേവന്മാരുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് ചെയ്ത സകല പാപവും നിമിത്തം ഞാൻ അന്ന് എൻ്റെ മുഖം മറച്ചു കളയും. ആകയാൽ ഈ സ്തുതിപ്പ് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക. ഇസ്രായേൽ മക്കളുടെ നേരെ ഈ സ്തുതിപ്പ് എനിക്ക് സാക്ഷ്യമായിരിക്കേണ്ടതിന് അത് അവർക്ക് മനഃപ്പാഠമാക്കി കൊടുക്കുക. ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെ എത്തിച്ച ശേഷം അവർ തിന്ന് തൃപ്തരായി മതിച്ചിരിക്കുമ്പോൾ അന്യദേവന്മാരുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവയെ സേവിക്കും. എൻ്റെ നിയമം ലംഘിച്ച് എന്നെ കോപിപ്പിക്കും. എന്നാൽ അനേകം ആപത്തുകളും ദുരിതങ്ങളും അവർക്കുണ്ടാകുമ്പോൾ അവരുടെ സന്തതിയുടെ വായിൽ നിന്ന് വിസ്തൃതമാകാത്ത ഈ സ്തുതിപ്പ് അവരുടെ നേരെ സാക്ഷ്യം പറയും. ഞാൻ വാഗ്ദത്തം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കുന്നതിനു മുൻപേ ഇന്ന് തന്നെ അവരുടെ ചിന്തകൾ ഞാൻ അറിയുന്നുണ്ട്. ആകയാൽ മോശ അന്നു തന്നെ ഈ പാട്ടെഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു. പിന്നെ അവൻ നൂന്റെ മകനായ യോശുവയോട് ബലവും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഞാൻ ഇസ്രായേൽ മക്കളോട് വാഗ്ദത്തം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും. ഞാൻ നിന്നോടുകൂടി ഇരിക്കും എന്നരുളി ചെയ്തു. മോശ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതി തീർന്നപ്പോൾ ദൈവത്തിൻ്റെ നിയമപെട്ടകം ചുമക്കുന്ന ലേവ്യരോട് കൽപ്പിച്ചത്, ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമപ്പെട്ടകത്തിനടുത്ത് വയ്ക്കണം. അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും. നിന്റെ മത്സര്യവും ദുശാഠ്യവും എനിക്ക് അറിയാം. ഇതാ ഇപ്പോൾ ഞാൻ നിങ്ങളോടുകൂടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തോട് മത്സരിക്കുന്നുവല്ലോ. എൻ്റെ മരണശേഷം എത്ര അധികം ആയിരിക്കും. നിങ്ങളുടെ ഗോത്രങ്ങളുടെ എല്ലാ മൂപ്പന്മാരെയും പ്രധാനികളെയും എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുവിൻ. ഞാൻ ഈ വചനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ച് അവരുടെ നേരെ ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയാക്കും. എൻ്റെ മരണശേഷം നിങ്ങൾ
അശുദ്ധമായവ പ്രവർത്തിക്കും എന്നും ഞാൻ നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ള വഴി വിട്ടുമാറുമെന്നും എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ കർത്താവിന് അപ്രിയമായത് ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കുന്നുവെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കനർത്ഥം സംഭവിക്കും. അങ്ങനെ മോശെ ഇസ്രായേലിൻ്റെ സർവ്വസഭയെയും ഈ പാട്ടിലെ വചനങ്ങളെല്ലാം പാടിക്കേൾപ്പിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.